Our next topic is chemical properties of interhalogens. Chemical properties of interhalogens. ഇന്റർഹാലജനുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്കറിയാം, ഇന്റർഹാലജൻ എന്ന് പറയുമ്പോൾ ഹാലജനുകൾ പരസ്പരം കൂടിച്ചേരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഇന്റർഹാലജൻസ് എന്ന് വിളിക്കുക. ഇന്റർഹാലജൻ്റെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻ. ഇന്റർഹാലജനുകൾ നോർമൽ ഹാലജനുകളെക്കാളും മോർ റിയാക്റ്റീവാണ് എക്സെപ്റ്റ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ അതിൽ നിന്ന് എക്സെപ്ഷനാണ്. എന്തുകൊണ്ട് ഇന്റർഹാലജൻ മോർ റിയാക്റ്റീവായി? നമുക്ക് ഇന്റർഹാലജൻ ഈസ് മോർ റിയാക്റ്റീവ്. നോക്കുക, നമ്മൾ ഇന്റർഹാലജനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത് ഈ ടൈപ്പായിരുന്നു, AX അല്ലെങ്കിൽ AX3, AX5 ആ രൂപത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് AX എന്നുള്ള ബോണ്ട് ഇറ്റ് ഈസ് വീക്കർ ദാൻ XX ബോണ്ട്. XX ബോണ്ട് എന്ന് പറഞ്ഞപ്പോൾ Cl2 അല്ലെങ്കിൽ F2 Br2 ആ രൂപത്തിൽ ഹാലജൻ കൂടിച്ചേരാം. സെയിം ഹാലജൻ കൂടിച്ചേരുന്നതാണ് X2 XX ബോണ്ട്. ഡിഫറെൻ്റ് ഹാലജൻ കൂടിച്ചേരുമ്പോഴാണ് AX എന്നുള്ള ടൈപ്പ് കിട്ടുക, അതായത് ഇന്റർഹാലജൻ കോമ്പൗണ്ട്. അപ്പോൾ ഈ AX എന്നുള്ള ബോണ്ട് വിച്ച് ഈസ് വീക്കർ ദാൻ XX ബോണ്ട്. എക്സെപ്ഷൻ ഉണ്ട്, ഏതാണ്? F2 ബോണ്ട്. F2 അതിൽ വരില്ല, ബാക്കിയുള്ള ഹാലജനുകളെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്റർഹാലജൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻ എന്ന് പറയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്റർഹാലജന് ഹൈഡ്രോളിസിസ് നടക്കും. ഇപ്പോൾ സപ്പോസ് AX ഒരു ഇന്റർഹാലജൻ കോമ്പൗണ്ട് ആണ്, ഹൈഡ്രോളിസിസ് നടക്കുക, ദാറ്റ് ഈസ് റിയാക്ട് വിത്ത് H2O, AX പ്ലസ് H2O. എന്തൊക്കെയായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ? നമ്മളെ പ്രോഡക്റ്റുകൾ HA പ്ലസ് HOX, HA പ്ലസ് HOX, അതായത് എയും എക്സും. എക്സ് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ എ, അങ്ങനെയാണല്ലോ വരിക. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഹാലജൻ എക്സ് ആയിട്ടും അവിടെ കുറഞ്ഞ ഹാലജൻ എ ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഹാലജൻ കോമ്പൗണ്ട് ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക HA, അത് ഹൈഡ്രജൻ ഹാലൈഡ് കിട്ടും. ഏതിൻ്റെ ഹാലൈഡാണ്? എ എന്നുള്ളതാണ് ഹൈഡ്രജൻ്റെ കൂടെ വരിക. അപ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ് പ്ലസ് HOX, ഹൈപ്പോഹാലസ് ആസിഡുകൾ കിട്ടും. ആ ആസിഡിൽ വരുന്ന ഹാലജൻ ഏതാണ്? എക്സ് എന്നുള്ളതാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയത് ഹൈപ്പോഹാലസ് ആസിഡായിട്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി അവിടെ കുറഞ്ഞ ഹാലജൻ ഹൈഡ്രജൻ ഹാലൈഡ് എന്നുള്ള ഫോമിലും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇന്റർഹാലജൻ കോമ്പൗണ്ട് ഹൈഡ്രോളിസിസിന് വിധേയമാകുന്നു. നമുക്ക് ചില ഇന്റർഹാലജൻ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ട്രക്ചർ ഓഫ് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ്. ഓക്കെ, നമ്മളൊരു ഇന്റർഹാലജൻ കോമ്പൗണ്ട് എടുക്കുകയാണ്, BrF3. ബ്രോമോ ട്രൈഫ്ലൂറൈഡ്, BrF3, ബ്രോമോ ട്രൈഫ്ലൂറൈഡ് എന്നുള്ള ഒരു ഇന്റർഹാലജൻ കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക നോക്കാം. ബ്രോമോ ട്രൈഫ്ലൂറൈഡ് BrF3, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരാം നോക്ക്. അവിടെ സെൻട്രൽ ആറ്റം ഏതാ? സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നുള്ള ആറ്റത്തെയാണ് നമ്മൾ സെൻട്രൽ ആറ്റം എന്ന് വിളിക്കുക. അപ്പോൾ BrF3 എന്നുള്ളതിൽ സെൻട്രൽ ആറ്റം ഏതാണ്? Br. അപ്പോൾ നമ്മൾ Br എടുത്തു. 3 ഫ്ലോറിൻ ഉണ്ട്. തൽക്കാലം നമ്മൾ ഒരു ഫ്ലോറിൻ ഇവിടെ കൊടുത്തു, ഒരു ഫ്ലോറിൻ ഇവിടെ കൊടുത്തു, ഒരു ഫ്ലോറിൻ ഇവിടെയും കൊടുത്തു.
ഇനി ശ്രദ്ധിക്കേണ്ടത് ബ്രോമിൻ അല്ലെങ്കിൽ ഏത് ഹാലജൻ എടുത്താലും അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. കാരണം ഇവർ 17th ഗ്രൂപ്പ് എലമെൻസ് ആണ്. 7 ഇലക്ട്രോൺ. അതിൽ ഒരു ഇലക്ട്രോണിന് ഈ ഫ്ലോറിനിലേക്ക് ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഇതിലേക്ക് ഉപയോഗിച്ചു. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇവിടേക്ക് ഉപയോഗിച്ചു. ഇനിയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? 4 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളെ നമുക്കറിയാം ലോൺ പെയർ ഇലക്ട്രോൺ എന്നാണ് വിളിക്കുക. അതായത് 2 ലോൺ പെയർ ഇലക്ട്രോൺ ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ കാണിച്ചു, അടുത്തൊരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെയും കാണിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? BrF3യുടെ സ്ട്രക്ചർ വരക്കാം. അതായത് ദ സെൻട്രൽ ബ്രോമിൻ ആറ്റം ഹാസ് 7 ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ. 3 ഓഫ് ദീസ് വിൽ ഫോം ദ ഇലക്ട്രോൺ പെയർ ബോണ്ട് വിത്ത് 3 ഫ്ലോറിൻ ആറ്റം, ലീവിങ് ബിഹൈൻഡ് 4 ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോൺ അവിടെ വെറുതെ നിൽക്കും. Thus there are 3 bond pair and 2 lone pairs. According to VSEPR theory അനുസരിച്ച് ലോൺ പെയർ ആൻഡ് ലോൺ പെയർ ബോണ്ട് പെയർ അല്ലേ? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻസ് ആർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. VSEPR തിയറി അനുസരിച്ച് റിപ്പൾഷൻ്റെ ഓർഡർ നമ്മൾ പഠിക്കുന്നുണ്ട്. ലോൺ പെയർ ആണ് മോർ റിപ്പൾഷൻ, അതിനേക്കാളും കുറവ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ, ഏറ്റവും കുറവ് ബോണ്ട് പെയർ റിപ്പൾഷൻ. അപ്പോൾ അവിടെ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക. ഹെൻസ് ടു മിനിമൈസ് ദീസ് ലോൺ പെയർ ആൻഡ് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ, ദ BF3 മോളിക്യൂൾ അക്വയേഴ്സ് ദ ഷേപ്പ് ഓഫ് സ്ലൈറ്റ്ലി ബെൻഡ് T ഷേപ്പ്. അതുകൊണ്ട് VSEPR തിയറി അനുസരിച്ച് BrF3യുടെ സ്ട്രക്ചർ എന്ത് വരും? ചെറിയ ഒരു ബെൻഡുള്ള T ഷേപ്പ് നമുക്ക് കിട്ടും. T ഷേപ്പാണത്. ഈ T ആണ് ഉദ്ദേശിക്കുന്നത്. T ഷേപ്പാണ്. അപ്പോൾ ഏതിന് കിട്ടുക? BrF3യുടെ സ്ട്രക്ചർ T ഷേപ്പ്. ഓക്കെ. ഇനി നമുക്ക് ചില കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചില കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ ഉണ്ട്, ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ സ്ട്രക്ചറിൽ ആദ്യം നോക്കുന്നത് AX3 എന്നുള്ള ടൈപ്പിലുള്ള ഇന്റർഹാലജൻ കോമ്പൗണ്ടുകളാണ്. AX3 എന്നുള്ള ഫോമിലെ ഇന്റർഹാലജൻ കോമ്പൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ClF3, BrF3, IF3, ICl3 ഇങ്ങനെ 4 പഠിച്ചിട്ടുണ്ടാവും. ClF3, BrF3, IF3, ICl3. നോക്കാം, ഈ 4 ഷേപ്പ് സെയിം ഷേപ്പാണ്. അതായത് ബെൻഡ് T ഷേപ്പ്ഡ്. ബെൻഡ് T ഷേപ്പാണ് ആർക്കുള്ളത്? ഈ AX3 ടൈപ്പിലുള്ള എല്ലാ ആളുകൾക്കും ഉള്ളത് ബെൻഡ് T ഷേപ്പാണ്. ClF3 ബെൻഡ് T ഷേപ്പ്, BrF3 നമ്മൾ സ്ട്രക്ചർ വെച്ച് നോക്കി ബെൻഡ് T ഷേപ്പ്, IF3 ബെൻഡ് T ഷേപ്പ് ആൻഡ് ICl3 ആൾസോ ബെൻഡ് T ഷേപ്പ്. ഇപ്പോൾ എല്ലാ ആളുകളുടെയും ഷേപ്പ് സെയിം ആണ്, ബെൻഡ് T ഷേപ്പാണ് ഇവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നത്. ദെൻ നമുക്ക് AX5 എന്നുള്ള ഫോം നോക്കാം. AX5 എന്നുള്ളതിൽ നമ്മൾ കുറച്ച് കോമ്പൗണ്ടുകൾ നോക്കാം. AX5 എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകൾ IF5, BrF5, ClF5. IF5, BrF5, ClF5. ശ്രദ്ധിക്കുക, ഇവരുടെ ഒക്കെ സ്ട്രക്ചർ സെയിം ആണ്. ഇവരുടെ ഒക്കെ സ്ട്രക്ചർ സ്ക്വയർ പിരമിഡൽ. സ്ട്രക്ചർ ഏതാണ്? സ്ക്വയർ പിരമിഡൽ. ഇതും സ്ക്വയർ പിരമിഡലാണ്. ClF5ഉം സ്ക്വയർ പിരമിഡലാണ്.
അപ്പോൾ AX5 എന്നുള്ള മോഡലിൽ വന്നാൽ അതിൻ്റെ ഷേപ്പ് ഏതാണ്? സ്ക്വയർ പിരമിഡൽ. പിന്നെ AX7 എന്നുള്ള ഫോമിൽ ഒറ്റൊന്നേ നമുക്കറിയാവുന്നുള്ളൂ, ഏതാണ്? IF7, അയഡിൻ ഹെക്സാ ഫ്ലൂറൈഡ്. IF7ൻ്റെ ഷേപ്പ് പെൻഡഗണൽ ഷേപ്പ്. IF7ൻ്റെ ഷേപ്പ് ഏതാണ്? പെൻഡഗണൽ ഷേപ്പാണ് IF7 ഉണ്ടായിരിക്കുക. ഇത്രയാണ് ഇന്റർഹാലജൻ കോമ്പൗണ്ടുകളുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ നമുക്ക് പറയാനുള്ളത്. പെൻഡഗണൽ ബൈപിരമിഡൽ കേട്ടോ. പെൻഡഗണൽ ബൈപിരമിഡലാണ് ആയിരിക്കുള്ളത് IF7 ഉണ്ടായിരിക്കുക. കാരണം 7 ഉണ്ട്, അവ 5 ഫ്ലോറിൻ വരുമ്പോൾ പെൻഡഗൺ ഷേപ്പ് കിട്ടും. പിന്നെ മേലും താഴെയും വരും ബൈപിരമിഡൽ. പെൻഡഗണൽ ബൈപിരമിഡൽ. ഇത്രയാണ് നമുക്ക് 17th ഗ്രൂപ്പ്, അതായത് ഹാലജൻ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഡാറ്റകൾ ഇത്രയാണ്. ഓക്കെ, പി ബ്ലോക്ക് എലമെന്റ് എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഗ്രൂപ്പ് 18th ഗ്രൂപ്പ് എലമെന്റ്സ് നോബിൾ ഗ്യാസസ്. 18th ഗ്രൂപ്പ് എലമെന്റ്സ് അതിനെ വിളിക്കുന്ന പേര് നോബിൾ ഗ്യാസസ് എന്നാണ്. ഏതൊക്കെയാണ് 18th ഗ്രൂപ്പ് എലമെന്റ്സ് നോക്കാം. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് റഡോൺ. ഇതാണ് നോബിൾ ഗ്യാസുകൾ. ഹീലിയം, നിയോൺ Ne, ആർഗൺ Ar, ക്രിപ്റ്റോൺ Kr, സിനോൺ Xe ആൻഡ് റഡോൺ Rn. ഇവരുടെ പ്രത്യേകത, ഈ എലമെന്റുകളൊക്കെ ഗ്യാസസ് സ്റ്റേറ്റിലാണ്. ഓൾ ആർ ഗ്യാസസ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവർ 18ാം ഗ്രൂപ്പ് എലമെന്റ് ആവണമെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം? 6 ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ വന്നാൽ അവിടുത്തെ പിയിൽ 6ഉം തൊട്ട് മുമ്പത്തെ എസ്സിൽ 2 ഉണ്ടാവും. ആ സ്വാഭാവികമായിട്ടും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നമുക്കതിൽ ഒരൊറ്റ കോമ്പൗണ്ട് എടുക്കാം, നിയോൺ അറ്റോമിക് നമ്പർ 10. ഷെൽ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 2-8 എന്ന് വരും. 2-8. സബ്ഷെൽ കോൺഫിഗറേഷൻ ആണെങ്കിലോ 1s2, 2s2, 2p6. 1s2, 2s2, 2p6. ശ്രദ്ധിക്കേണ്ടത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ എലമെന്റ് എന്താണ്? സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ദേ ആർ കെമിക്കലി അൺറിയാക്റ്റീവ്. ഹെൻസ് ദേ ആർ ടേംഡ് ആസ് നോബിൾ ഗ്യാസസ്. കെമിക്കലി അൺറിയാക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അവരെന്തെന്ന് വിളിക്കുക? നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുക. ദെൻ ഈ നോബിൾ ഗ്യാസുകളുടെ ഒക്കറൻസ് ഏത് രൂപത്തിലാണ് അവർ കാണപ്പെടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒക്കറൻസ് ഓഫ് നോബിൾ ഗ്യാസസ്. ഒക്കറൻസ്, നോബിൾ ഗ്യാസുകളുടെ ഒക്കറൻസ്. അതിൽ റഡോൺ അല്ലാത്ത ബാക്കി എല്ലാവരും അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഒക്കർ ഇൻ അറ്റ്മോസ്ഫിയർ എക്സെപ്റ്റ് റഡോൺ. റഡോൺ എന്ത് ചെയ്യില്ല? അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നില്ല. എക്സാമിന് ചോദിക്കലുണ്ട്, നോബിൾ ഗ്യാസിൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടാത്ത എലമെന്റ് ഏതാണ്? റഡോൺ. ഒക്കർ ഇൻ അറ്റ്മോസ്ഫിയർ എക്സെപ്റ്റ് റഡോൺ. പിന്നെ അറ്റ്മോസ്ഫിയറിക് അബണ്ടൻസ് ഇൻ ഡ്രൈ എയർ ഈസ് 1%. ഡ്രൈ എയറിൽ ഇവരുണ്ടായിരിക്കുക 1% ആണ്. അതിൽ ആർഗൺ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ആർഗൺ ഈസ് ദ മേജർ കോൺസ്റ്റിറ്റ്വൻറ്റ്. ആർഗൺ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ്? ആർഗൺ. പിന്നെ സിനോൺ ആൻഡ് റഡോൺ ആർ ദ റയറസ്റ്റ് എലമെന്റ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ്. സിനോണും റഡോണും ഈ ഗ്രൂപ്പിൽ എന്താണ്? റയറസ്റ്റ് എലമെന്റുകളാണ്. പിന്നെ റഡോൺ ഈസ് ദ ഡീകെ പ്രോഡക്റ്റ് ഓഫ് റേഡിയം. റേഡിയത്തിൻ്റെ ഡീകെ പ്രോഡക്റ്റ് ആണ് ആര്? റഡോൺ. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതാണ് റേഡിയം, Ra. അറ്റോമിക് നമ്പർ 88, പിന്നെ മാസ് നമ്പർ 226. ഈ റേഡിയത്തിന് ഡീകെ സംഭവിക്കുന്നു. ഡീകെ സംഭവിച്ചാൽ എന്താ ഫസ്റ്റ് ഉണ്ടാവുക? അവിടുന്ന് ഒരു ഹീലിയം മോളിക്യൂൾ
അല്ലേ? ഹീലിയം ആറ്റം അവിടുന്ന് പുറത്തേക്ക് പോകും. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ കിട്ടുക? 88 നിന്ന് 2 പോയാൽ 86 അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ് കിട്ടും. മാസ് നമ്പർ എത്രയായിരിക്കും? 226 - 4 അത് 222 ഉണ്ടായിരിക്കും. 222 ഈ എലമെൻ്റാണ് ഏത്? റഡോൺ. അപ്പോൾ റഡോൺ എന്നുള്ളത് റേഡിയം എന്നുള്ള എലമെൻറ്റിൻ്റെ ഡീകെ പ്രോഡക്റ്റാണ് റഡോൺ. ഹീലിയം ആൻഡ് നിയോൺ ആർ ഫൗണ്ട് ഇൻ മിനറൽസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഒറിജിൻ സച്ച് ആസ് മോണസൈറ്റ്, ക്ലിവൈറ്റ് എക്സെട്ര. ഹീലിയവും നിയോണും എവിടെ ഉണ്ടാവുക? മിനറലുകളിലാണ് ഹീലിയവും നിയോണും സാധാരണയായിട്ട് കാണപ്പെടുക. ഇത്രയാണ് ഒക്കറൻസ് ഓഫ് നോബിൾ ഗ്യാസസ്. ദെൻ അറ്റോമിക് പ്രോപ്പർട്ടീസ് ഓഫ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കേണ്ടത്, ഇവരെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? ഇപ്പം നിയോൺ നമ്മൾ കണ്ടു 1s2 2s2 2p6. അടുത്ത ആൾ വരികയാണെങ്കിൽ 3s2 3p6, ദെൻ 4s2 4p6, അങ്ങനെയാണ് വരിക. അപ്പോൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ns2 np6 ns2 np6 എക്സെപ്റ്റ് ആർക്ക്? എക്സെപ്റ്റ് ഹീലിയം. കാരണം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ഉള്ളൂ. 2 ആകുമ്പോൾ കോൺഫിഗറേഷൻ എന്താണ്? 1s2 മാത്രമാണ് വരിക, അതിൽ പി ഉണ്ടാവില്ല. അപ്പോൾ എക്സെപ്റ്റ് ഹീലിയം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ns2 np6. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നോബിൾ ഗ്യാസുകൾക്ക് അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. എന്തുകൊണ്ടാണ്? കാരണം ഇവർക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷനാണ്. സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇലക്ട്രോണെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നോബിൾ ഗ്യാസസ് ഹാവ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ബിക്കോസ് ഓഫ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അറ്റോമിക് റേഡിയസ് നോർമലി ഡൗൺ ദ ഗ്രൂപ്പ് എന്താ ചെയ്യാം? അറ്റോമിക് റേഡിയസ് കുറയാണ് അറ്റോമിക് റേഡിയസ് കൂടും. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അറ്റോമിക് റേഡിയ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലാർജ് പോസിറ്റീവാണ്. കാരണം നോബിൾ ഗ്യാസുകൾക്ക് ഇലക്ട്രോൺ ആവശ്യമില്ല, ദേ ആർ ആൾറെഡി സ്റ്റേബിൾ. അപ്പോൾ പിന്നെ അവിടുത്തെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്താണ്? ലാർജ് പോസിറ്റീവ്. അതിൻ്റെ റീസണും എന്തുതന്നെയാണ്? സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒക്കെ, പിന്നെ മോർ സ്റ്റേബിളാണ് നമുക്കറിയാം. ഇതൊക്കെ വരുന്നത് ഡ്യൂ ടു ദയർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഓക്കെ, ദെൻ നോബിൾ ഗ്യാസുകളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോബിൾ ഗ്യാസസ്. Physical properties of noble gases. It is a colorless, odorless, tasteless gas. Colorless, odorless and tasteless. പിന്നെ sparingly soluble in water. Sparingly soluble in water. അതിൽ വാട്ടറിൽ ഇതിൻ്റെ സോലുബിലിറ്റി കുറച്ച് കുറവാണ്. സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ. പിന്നെ ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. പിന്നെ ഹീലിയം ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഈ കൂട്ടത്തിൽ ഇവർക്ക് പൊതുവെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഏറ്റവും കുറവാർക്കാണ്? ഹീലിയം ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് 4.2 കെൽവിൻ. ഹീലിയത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 4.2 കെൽവിൻ. വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ ഹീലിയം എന്ത് ചെയ്യാൻ തുടങ്ങും? ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അൺയൂഷ്വൽ പ്രോപ്പർട്ടി ഓഫ് ഡിഫ്യൂസിങ് ത്രൂ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലബോറട്ടറി മെറ്റീരിയൽ സച്ച് ആസ് റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്. അതിലൂടെയൊക്കെ എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നോബിൾ ഗ്യാസുകൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡൗട്ട് വരാം,
ഇത്രയൊക്കെ സ്റ്റേബിളായ ഒരു എലമെൻറ്റുകളായിട്ടും എന്തുകൊണ്ട് ഇവരെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു? വൈ ഡു നോബിൾ ഗ്യാസസ് ഹാവ് വെരി ലോ ബോയിലിംഗ് പോയിന്റ്? എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? നോക്കാം. നോബിൾ ഗ്യാസ് ഒറ്റക്കാണ് നിൽക്കുക. ബീയിങ് ഇറ്റ് ഈസ് മോണോ അറ്റോമിക് അല്ലേ? നോബിൾ ഗ്യാസ് എന്താണ്? ഒറ്റക്ക് മോണോ അറ്റോമിക് ആയതുകൊണ്ട് ദേ ഹാവ് നോ ഇന്റർ അറ്റോമിക് ഫോഴ്സസ്. ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ പിന്നെ ആരില്ല? ഇന്റർ അറ്റോമിക് ഫോഴ്സ് ഇല്ല, എക്സെപ്റ്റ് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ്. വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തില്ല? വേറെ ഇന്റർ അറ്റോമിക് ഫോഴ്സ് ഇല്ല. ഹെൻസ് ദേ ആർ ലിക്വിഫൈഡ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ ആൻഡ് സോ ദേ ഹാവ് ലോ ബോയിലിംഗ് പോയിന്റ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഡു നോബിൾ ഗ്യാസസ് ഹാവ് ലോ ബോയിലിംഗ് പോയിന്റ്? എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസുകളുടെ ബോയിലിംഗ് പോയിന്റ് കുറയുന്നത്? അല്ലെ, സ്റ്റേബിൾ ആണ് നമുക്കറിയാം. സ്റ്റേബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോയിലിംഗ് പോയിന്റ് ഒക്കെ കൂടാണ് വേണ്ടത്. പക്ഷേ ഇവർക്ക് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. എന്തുകൊണ്ടാണ്? ഇത് ഒറ്റക്കാണ് നിൽക്കുക, മോണോ അറ്റോമിക് ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ ഇതൊക്കെ ഒറ്റക്ക് നിൽക്കുന്ന എലമെൻറ്റുകളാണ്. അപ്പോൾ ഇവർ മോണോ അറ്റോമിക് ആയതുകൊണ്ട് ആറ്റത്തിൻ്റെ ഉള്ളിൽ പിന്നെ എന്തില്ല? അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമില്ല. അവിടെ ആകെയുള്ളത് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നോബിൾ ഗ്യാസുകൾ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡായിട്ട് മാറും. ലിക്വിഫൈസ് അറ്റ് ലോ ടെമ്പറേച്ചർ, സോ ദേ ഹാവ് ലോ ബോയിലിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് ഇവരെ ബോയിലിംഗ് പോയിന്റ് എന്താവുന്നത്? വളരെ കുറയുന്നത്. ദെൻ നമുക്ക് നോബിൾ ഗ്യാസുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോബിൾ ഗ്യാസസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒന്ന്, ലെസ് റിയാക്റ്റീവ്. എന്താ റീസൺ നമുക്കറിയാം? സ്റ്റേബിൾ കോൺഫിഗറേഷൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ലെസ് റിയാക്റ്റീവ്. ഡ്യൂ ടു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഇറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ്. പിന്നെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, മോർ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇതൊക്കെ വരാനുള്ള റീസൺ എന്താണ്? സ്റ്റേബിൾ കോൺഫിഗറേഷൻ തന്നെയാണ്. ഫസ്റ്റ് കണ്ടെത്തിയ നോബിൾ ഗ്യാസിൻ്റെ കോമ്പൗണ്ട് ഏതാണ്? നോബിൾ ഗ്യാസിൻ്റെ ഫസ്റ്റ് കണ്ടെത്തിയ കോമ്പൗണ്ട് ആണ് XePtF6. XePtF6. Xe പ്ലസും F6 മൈനസും. XePtF6 ആണ് ഫസ്റ്റ് കണ്ടെത്തിയ നോബിൾ ഗ്യാസിൻ്റെ കോമ്പൗണ്ട്. ദ ഫസ്റ്റ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ഈസ് XePtF6. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്? PtF6 എന്നുള്ളതിനെ PtF6 അത് ഹെക്സാഫ്ലൂറോ പ്ലാറ്റിനം, അതേപോലെ തന്നെ സിനോൺ Xe, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? മിക്സ് ചെയ്യാം. ബൈ മിക്സിങ് PtF6 ആൻഡ് Xe. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഫസ്റ്റത്തെ നോബിൾ ഗ്യാസ് കോമ്പൗണ്ടായ XePtF6 ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ്. സിനോണും ഫ്ലൂറിനും കൂടി ചേർന്നിട്ട് ചില കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. അതേതൊക്കെയാണ്? കാരണം നോബിൾ ഗ്യാസുകൾ പൊതുവെ ആരേറ്റും കൂടി ചേരൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനെയാണെങ്കിലും സിനോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൂറിനുമായിട്ട് കൂടിച്ചേർന്ന് ചില കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ്. സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട് പ്രധാനമായിട്ട് 3 കോമ്പൗണ്ടാണ് അവരുണ്ടാക്കുന്നത്. ഒന്ന് XeF2, സിനോൺ ഡൈഫ്ലൂറൈഡ്. സെക്കൻഡ് വൺ ഈസ് XeF4. The last one is XeF6. സിനോൺ ഫ്ലൂറിനുമായിട്ട് 3 കോമ്പൗണ്ടാണ് ഉണ്ടാക്കുക. XeF2, XeF4 ആൻഡ് XeF6. എങ്ങനെയാണ് ഈ കോമ്പൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് XeF2 ഉണ്ടാവണമെങ്കിൽ
ഒരു സിനോണും വേണം, 2 ഫ്ലോറിനും വേണം. അപ്പോൾ നമുക്ക് സിനോൺ പ്ലസ് ഫ്ലോറിൻ ഈസ് എ ഡയാറ്റോമിക് മോളിക്യൂൾ, സോ F2. Xc plus F2 gives XcF2. ഈ റിയാക്ഷൻ നടക്കുന്നത് ആൾമോസ്റ്റ് 675 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. 675 കെൽവിൻ ടെമ്പറേച്ചറിൽ സിനോണും ഫ്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് സിനോൺ ഫ്ലോറൈഡ് ഉണ്ടാകുന്നു. ദെൻ XcF4 എങ്ങനെ ഉണ്ടാക്കാം? സിനോണും 4 ഫ്ലോറിൻ തന്നെ എത്ര F2 ആ? 2F2. സിനോൺ പ്ലസ് 2F2 gives XcF4. Xenon plus 2F2 gives XcF4. Similarly, XcF6 എന്ന് പറയുമ്പോൾ Xenon plus 3F2 gives XcF6. Xenon plus 3F2 gives XcF6. പിന്നെ XcF6 ഈ മെത്തേഡിലൂടെ അല്ലാതെയും ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് നമുക്കതും കൂടെ നോക്കാം. XcF6 ഈ ഡയറക്റ്റ് ഫ്ലോറിനേഷൻ നടത്താതെ എങ്ങനെ സിനോൺ ഹെക്സാ ഫ്ലോറൈഡ് ഉണ്ടാക്കാം. വേറൊരു മെത്തേഡാണ് XcF4. അടുത്തൊരു മെത്തേഡാണ് XcF6 ഉണ്ടാക്കുന്നത്. നോക്കാം. XcF4 പ്ലസ് O2F2. XcF4 പ്ലസ് O2F2 കമ്പൈൻ ചെയ്യുക. അപ്പം എന്താ കിട്ടുക? ഈ 2 ഫ്ലോറിനും കൂടെ ഇതിൻ്റെ കൂടെ വന്ന് XcF6 പ്ലസ് O2. XcF6 പ്ലസ് O2. ഇങ്ങനെയാണ് XcF6 എന്നുള്ള കോമ്പൗണ്ട് ഈ മെത്തേഡ് അല്ലാതെ ഈ രൂപത്തിലും എന്ത് ചെയ്യാം? നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.